ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ LGSന് വേണ്ടിയിട്ട് സെൽഫ് ഡിക്ലറേഷൻ ഫോം എങ്ങനെ നമ്മുടെ പ്രൊഫൈലിൽ ആഡ് ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് സെൽഫ് ഡിക്ലറേഷൻ ഫോം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ തൊട്ട് താഴെയായിട്ട് സെൽഫ് ഡിക്ലറേഷൻ ഫോം എന്ന് കാണും, PDF കാണും. അതിൽ ക്ലിക്ക് ചെയ്തെടുത്തിട്ട് അതിനകത്ത് നിങ്ങളുടെ പേരും അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പരും സൈനും ഡേറ്റും എല്ലാം ഇട്ട് നിങ്ങൾക്ക് സെൽഫ് ഡിക്ലറേഷൻ ഫോമായിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ തന്നെ നമ്മുടെ PSCയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ സെൽഫ് ഡിക്ലറേഷൻ ഫോം കിട്ടും. ഇനി നമുക്ക് ഇതെങ്ങനെ നമ്മുടെ പ്രൊഫൈലിൽ ആഡ് ചെയ്യാമെന്ന് നോക്കാം. പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ മൈ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. മൈ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ വരും. ഇതിനകത്ത് ആഡ് വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ഇങ്ങനെ കാണാൻ പറ്റും. ഇതിനകത്ത് കാണുന്ന ഈ സ്ഥലത്ത് ജനറൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. NCL, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, NOC, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ജനറൽ സർട്ടിഫിക്കറ്റിൽ ക്ലിക്ക് ചെയ്യുക. ആ ജനറൽ സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഓപ്ഷനാണ് നമുക്ക് വരുന്നത്. അതായത് നമ്മുടെ NCLC, OBC അങ്ങനെയുള്ള EWS അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ആഡ് ചെയ്യാനുള്ള ഒരു വിൻഡോ ആണിത്. ഇതിനകത്ത് നമ്മൾ ആഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കുക. ഈ ആഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഡോക്യുമെന്റ് ടൈപ്പ്, ആ ഡോക്യുമെന്റ് ടൈപ്പിൽ നമ്മൾ അഡീഷണൽ ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഒരു പിന്നെ ഇതാണ് നമ്മൾ കൊടുക്കേണ്ടത്. കൊടുത്തിട്ട് ഇഷ്യൂ നമ്പർ നമ്മൾ ഇഷ്യൂ നമ്പർ ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ തന്നെ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിൽ എന്ന് എഴുതിയതിനു ശേഷം ഇഷ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡേറ്റ് നമുക്ക് കൊടുക്കാം. അതായത് നമ്മൾ ഡിക്ലറേഷൻ കൊടുക്കുന്ന നമ്മൾ ആ ഫോമിൽ എഴുതുന്ന അതേ ഡേറ്റ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പം 15/2/2025 എന്ന് പറയുന്ന ആ ഡേറ്റ് കൊടുത്തതിന് ശേഷം ഇഷ്യൂഡ് ബൈ ആരാണ്? സെൽഫ്. നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത് അങ്ങനെ സെൽഫ് എന്ന് കൊടുത്തിട്ട് ഇവിടെ സേവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. ഞാനത് സേവ് ചെയ്യുന്നില്ല, കാരണം ഞാനത് ഡിക്ലറേഷൻ ഇപ്പം തൽക്കാലം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ പ്രൊഫൈൽ താഴോട്ട് വരിക. താഴോട്ട് വന്നതിന് ശേഷം ഇവിടെ സ്കാനഡ് ഇമേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സ്കാനഡ് ഇമേജിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്കാനഡ് ഇമേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മുടെ ഫോട്ടോയ്ക്ക് തൊട്ട് താഴെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. സ്കാനഡ് ഡോക്യുമെന്റ്, ആ സ്കാനഡ് ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുവരെ സർട്ടിഫിക്കറ്റ് നമ്മളെല്ലാം ചെയ്തതിന്റെ എല്ലാം ആ ഒരു ഡീറ്റെയിൽ ആണെന്ന് കാണും. നമ്മളിപ്പം കൊടുത്ത സെൽഫ് ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഇവിടെ കാണാൻ സാധിക്കും. ഞാനത് കൊടുക്കാത്തതുകൊണ്ടാണ് ഇവിടെ കാണാൻ സാധിക്കാത്തത്. അവിടെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു പ്ലസ് ചിഹ്നം കൂടെ കാണാൻ സാധിക്കും. ആ പ്ലസ് ചിഹ്നത്തിൽ നിങ്ങളെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരത്തെ നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്ത് നമ്മൾ സൈൻ ചെയ്ത് വെച്ചേക്കുന്ന ആ ഫോം നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് നമ്മുടെ പ്രൊഫൈലിൽ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോഴേ നിങ്ങൾക്ക് പ്രൊഫൈലിൽ മെസ്സേജ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നതിന്റെ ആ മെസ്സേജിന്റെ തൊട്ട് താഴെ തന്നെ ഡിക്ലറേഷൻ ഫോം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ PSCയുടെ സൈറ്റിൽ കയറിയാൽ തന്നെ നിങ്ങൾക്ക് സെൽഫ് ഡിക്ലറേഷൻ ഫോം നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിനകത്തുനിന്നായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം